സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ സെഷനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വഞ്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ക്വഞ്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ഏതായിരിക്കും? സ്ട്രെസ് റിലീഫ്, വാഷ്, ഇൻക്രീസ് സ്ട്രെങ്ത്, ഹാർഡൻ. ഏതായിരിക്കും? ഹാർഡൻ. സംശയമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ചോദ്യം, വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യം. ഹാർഡനിങ് അല്ലെ? നമ്മൾ ഈ പറയുന്ന ക്വഞ്ചിങ് അല്ലെങ്കിൽ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ് എന്ത് തന്നെയാണ്? ഇത്തരത്തിൽ ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ നീഡ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യകതയുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? ഒന്ന് നോക്കി, ടു ഇംപ്രൂവ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ടു ഇംപ്രൂവ് സർഫസ് ഹാർഡ്നെസ്. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ടു ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു വെയർ, ഹീറ്റ് ആൻഡ് കൊറോഷൻ. നാലാമത് കൊടുത്തിരിക്കുന്നത് ടു റെഡ്യൂസ് ദ മെഷീനബിലിറ്റി. ഏതൊക്കെയായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. അല്ലെ? ഇത്തരത്തില് നമ്മൾ എന്താണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ എന്താ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഇവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. യാതൊരുവിധ കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസോ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെങ്കിൽ റോങ് ആണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇംപ്രൂവ് സർഫസ് ഹാർഡ്നെസ്. ശരിയാണ്. സർഫസ് ഹാർഡ്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ നോക്കി, ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു വെയർ, ഹീറ്റ് ആൻഡ് കൊറോഷൻ. ശരിയാണ്, കറക്റ്റ് ആണ്. നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്താണ് ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടു റെഡ്യൂസ് ദ മെഷീനബിലിറ്റി. ഇൻക്രീസ് മെഷീനബിലിറ്റി ആണ് വരിക. ഇൻക്രീസ് മെഷീനബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഇത്തരത്തില് മെഷീനബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിൽ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉമാണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻസർ 2ഉം 3ഉം ഓപ്ഷൻ സി. സാറേ 3ല് ഹീറ്റ് വരുമോ? ഹീറ്റ് എങ്ങനെയാണ് അത്? നമുക്ക് ഇത്തരത്തില് ആ ഹീറ്റ്, അതായത് ഹീറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ ആ ഒരു ഗ്രെയിൻ സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റി ഒക്കെ മാറും. അതായത് നമ്മൾ ഈ പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രെയിൻ സ്ട്രക്ചർ മാറുന്നുണ്ടാകുമല്ലോ. അപ്പം അത്തരത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ എന്താണ് മോളിക്യൂൾസ് ഉണ്ടാവണം. ഈ പറഞ്ഞ രീതിയിൽ ആറ്റംസ് അടുത്തടുത്ത് ഉണ്ടാകുമ്പോഴാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിൽ ഹീറ്റ് ട്രീറ്റ് അല്ലെങ്കിൽ കണ്ടക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഗ്രെയിൻ സ്ട്രക്ചർ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു എന്താണ് സ്ട്രക്ചർ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് സോഫസ്റ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റിൽ അതേക്ക് മാറുന്ന സമയത്ത്, പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിലേക്ക് മാറുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹീറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? അതെ. അതേസമയം ആറ്റംസ് ഒക്കെ ഇറഗുലർ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അങ്ങനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നതാണ്. അതെ. കണ്ടക്ഷൻ നമുക്ക് പോസിബിൾ ആക്കാം. ഇത്തരത്തിൽ റെസിസ്റ്റൻസ് ടു എന്താണ് അത് നമുക്ക് കണ്ടക്ഷൻ പോസിബിൾ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ നമുക്ക് അറേഞ്ച്മെന്റ് ഹീറ്റ്. അപ്പം ഈ ഒരു കണ്ടക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ആ ആറ്റംസ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത്തരത്തിൽ വൈബ്രേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കണ്ടക്ഷൻ നടക്കും. ഹീറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടത്തിവിടാൻ അല്ലെങ്കിൽ സാധിക്കും. എന്നാൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. ഒന്നുകിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ കോഴ്സ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാം. അത്തരത്തിൽ നമുക്ക് എന്താണ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ദ റെസിസ്റ്റൻസ്. എന്തിനു വേണ്ടിയിട്ടാ? ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വേരി ചെയ്യാം. കൊറോഷനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം. വെയർ ആൻഡ് ടയർ നമുക്ക് ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ അതാണ് അവർ ആ ഒരു ടൈം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. സ്ട്രക്ചർ മാറുന്നതിനെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ പറ്റില്ല. അമോർഫസ് അങ്ങനെയൊക്കെ പറയും. അത് സ്ട്രക്ചർ മാറുന്നത് അത് അതിന്റെ ഫിസിക്കൽ അല്ലേ? അതിന്റെ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ഇല്ല. ബോണ്ട് മാറുന്നുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ അത് മെറ്റാലിക് ബോണ്ട് തന്നെ ആയിരിക്കില്ലേ നമ്മൾ പൊതുവെ ചെയ്യുന്നുണ്ടാവുക? മെറ്റൽസിലൊക്കെ ഉള്ള മെറ്റാലിക് ബോണ്ട് തന്നെ ആവില്ലേ? ബോണ്ട് മാറുമോ? അറിയില്ല, അതാണ് ചോദിച്ചത്. ഇല്ല, അങ്ങനെ മാറില്ല. അങ്ങനെ ബോണ്ട് അങ്ങനെ മെറ്റാലിക് ബോണ്ട് ആണെങ്കിൽ ആ ഒരു ബോണ്ട് തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇവിടെ നമ്മൾ എന്താണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ അത് എന്താണ് ആ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള
എന്താണ് കെമിക്കൽ റിയാക്ഷൻസോ ഒന്നും നമ്മളുടെ ഈ പറഞ്ഞ ഹീറ്റ് ട്രീറ്റ്മെന്റിനകത്ത് അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും നമ്മളവിടെ വേരി ചെയ്യുന്നില്ല. നമ്മൾ ഡിസൈഡബിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഹീറ്റ് ട്രീറ്റ്മെന്റിലൂടെ ചേഞ്ചസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ലാസ്റ്റ് വന്ന് ചോദിച്ചിരുന്നത് മെഷീനബിലിറ്റി. മെഷീനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ റിഡക്ഷൻ അല്ല, അവിടെ മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാണ് നമ്മൾ സാധാരണഗതിയിൽ അവിടെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഇതിനൊക്കെ വേരിയേഷൻസ് വരാം. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പല പല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റേറ്റ് ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ടെമ്പറേച്ചർ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ വേരിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പ്രധാനമായിട്ടും നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഹാർഡ്നെസ്, വെയർ, അല്ലെങ്കിൽ ഹീറ്റ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊറോഷനൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. മൊത്തത്തിൽ സ്ട്രെങ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ അത്തരത്തിലുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സോ അങ്ങനെ നമുക്ക് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനും അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷനും റോങ് ആയിട്ട് നമുക്ക് പറയാം. 2ഉം 3ഉം നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമോ? ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അതിനകത്ത് നീഡ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 6 കാര്യങ്ങളാണ്. ഒന്ന്, ഇംപ്രൂവ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെൻസൈൽ സ്ട്രെങ്ത്, ഡക്ടിലിറ്റി, ഇമ്പാക്ട് റെസിസ്റ്റൻസ് എക്സെട്ര. ഇംപ്രൂവ് ദ സർഫസ് ഹാർഡ്നെസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ചെയ്യുന്നുണ്ടാവും. ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ടു വെയർ, ഹീറ്റ് ആൻഡ് കൊറോഷൻ. ഇംപ്രൂവ് മെഷീനബിലിറ്റി ആണ്. ദെൻ റിലീവ് ഇന്റേണൽ സ്ട്രെസ്സസ് സെറ്റപ്പ് ഇൻ ദ മെറ്റീരിയൽ ഡ്യൂറിങ് കോൾഡ് വർക്കിംഗ്, അല്ലെ കോൾഡ് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇന്റേണൽ സ്ട്രെസ്സസിനെ റിലീവ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രെയിൻ സ്ട്രക്ചർ അത് റിഫൈൻ ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് ആഫ്റ്റർ ഹോട്ട് വർക്കിംഗ് ശേഷം നമ്മൾ എന്താണ് ഇന്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു നീഡ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: the period of holding the material at a higher temperature is to ensure, ഇങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, യൂണിഫോമിറ്റി ഓഫ് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ മാസ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് ഡാഷ്. ഇത് നമ്മുടെ ഒരു എക്സാം ഇത് സോക്കിംഗ് ആണ് അല്ലെ. സോക്കിംഗ് അല്ലെങ്കിൽ ഹോൾഡിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ എന്താണ് കുറെ സമയം വെക്കുക. സോ അതിനെയാണ് നമ്മൾ സോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ തോന്നും, കുറച്ച് വലിയ ഡെഫിനിഷൻ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒന്നുമില്ല സംഗതി അല്ലെ. ആ ഒരു പീരീഡിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫർണസിനകത്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മൾ കുറേ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുറേ നേരം വെക്കുന്നതിനെ പറയുന്ന പേരാണ് സോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിനെ വിളിക്കുന്ന പേരാണ് സോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സോ ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ദ മെറ്റീരിയൽ അറ്റ് ദ ഹയർ ടെമ്പറേച്ചർ, ആ ഉയർന്ന ടെമ്പറേച്ചറിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. എത്ര നേരം ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വെക്കാം, പെട്ടെന്ന് തണുപ്പിക്കാം, കുറേ നേരം വെച്ച് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ അത്തരത്തിൽ ആ ഒരു പീരീഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് അതും നമുക്ക് മനസ്സിലാക്കാം. എന്തിനു വേണ്ടിയിട്ടാ? ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് ടെമ്പറേച്ചർ, എല്ലാ ഭാഗത്തേക്കും കൃത്യമായിട്ട് യൂണിഫോം ആയിട്ട് ടെമ്പറേച്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നിങ്ങളോട് ചോദിക്കാൻ നാളെ ചോദ്യം, സോക്കിംഗ് നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് ടെമ്പറേച്ചർ അല്ലെ. ഇത്തരത്തിൽ ആ എൻറ്റയർ മെറ്റീരിയലിനകത്ത് എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ട് ടെമ്പറേച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറേ നേരം ഹോൾഡ് ചെയ്യുന്നുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് സോക്കിംഗ് എന്ന് പറയുന്നത്. എന്തിനു ചെയ്യുന്നു? എൻഷുർ യൂണിഫോമിറ്റി ഓഫ് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ മാസ് ഓഫ് ദ മെറ്റീരിയൽ അല്ലെ. എൻറ്റയർ മാസ് അല്ലെങ്കിൽ എൻറ്റയർ ആ മൊത്തമായിട്ടുള്ള വർക്ക് പീസിൽ എല്ലായിടത്തും ഒരേപോലെ യൂണിഫോം ആയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇതിനകത്ത് മറ്റൊരു ചോദ്യം കിടപ്പുണ്ട്, അതുകൂടെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, സോക്കിംഗ് ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഇത് ലാസ്റ്റ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്പിരിഡൈസിംഗ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ HCS എന്ന് ഉദ്ദേശിക്കുന്ന ഹൈ കാർബൺ സ്റ്റീല്, ലോ കാർബൺ സ്റ്റീല്, ഡെഡ് സ്റ്റീല്, നൺ ഓഫ് ദി അബോവ്. സ്പിരിഡൈസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഏത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലോ കാർബൺ സ്റ്റീലാണോ, ഹൈ കാർബൺ സ്റ്റീലാണോ, ഡെഡ് സ്റ്റീലാണോ, അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഈ തന്നിരിക്കുന്നതിനകത്തൊന്നും അല്ല എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി, ലോ കാർബൺ സ്റ്റീൽ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്പിരിഡൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഓപ്ഷൻ എ ആണ്, ഹൈ കാർബൺ സ്റ്റീലാണ് കേട്ടോ. ഹൈ കാർബൺ സ്റ്റീലാണ്.
ഓക്കെ, അപ്പൊ അത്തരത്തില് എന്താണ് അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഏകദേശം മീഡിയം ടു ഹൈ കാർബൺ സ്റ്റീലാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിൽ സ്പിരിഡൈസിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ സ്പിരിഡൈസിങ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഹൈ കാർബൺ സ്റ്റീൽ ആണെന്നുള്ള ഓർത്തിരുന്നാൽ മതി. ഹൈ കാർബൺ സ്റ്റീലിന്റെ പ്രത്യേകത നമുക്കറിയാം, ഏകദേശം 0.6 to 1.5% കാർബൺ ആണ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ കാർബൺ ഉള്ള മെറ്റീരിയലുകളിലൊക്കെയാണ് നമ്മൾ സാധാരണ സ്പിരിഡൈസിങ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ സ്പിരിഡൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഈ സിമന്റേറ്റ് ഉണ്ടല്ലോ, ഈ സിമന്റേറ്റ് വന്നിട്ട് നമ്മളുടെ ആ ഒരു സ്ട്രക്ചറിന് ചുറ്റുമായിട്ട് ഫോം ചെയ്യും. നമുക്കറിയാം ഈ സിമന്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വന്നിട്ട് നമ്മളുടെ ആ ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അയന്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്റ്റീലിന്റെ ചുറ്റും വന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്നിട്ട് കവർ ചെയ്യാതിരിക്കട്ടെ, ഒരു ഷീൽഡിങ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മെഷീനബിലിറ്റി കിട്ടുമോ? ഇല്ല, മെഷീനബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ മെഷീനബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അയൺ കാർബൈഡ് അല്ലെങ്കിൽ നമ്മുടെ സിമന്റൈറ്റ് എന്ന് പറയുന്നത് Fe3C അല്ലെ, Fe3C വന്നിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷീൽഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിന് മെഷീനബിലിറ്റി കുറയും. അപ്പോൾ മെഷീനബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സിമന്റൈറ്റിനെ എന്ത് ഫോമിലേക്ക് മാറ്റും? ആ സിമന്റൈറ്റിനെ നമ്മളൊരു സ്പിറോയിഡൽ ഫോമിലേക്ക് അല്ലെ, ഇത്തരത്തില് സർക്കുലർ ആയിട്ടുള്ള സ്പിറോയിഡൽ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പൊ സ്പിറോയിഡൽ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മെഷീനബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതാണ് ബേസിക്കലി ഈ സ്പിരിഡൈസിംഗ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്പിരിഡൈസിംഗ് പൊതുവെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഹൈ കാർബൺ സ്റ്റീലുകളിലാണ്. അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ സിമന്റേറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് ആസ് ലാമെല്ലെ ഇൻ പെർലൈറ്റ് വിച്ച് ഗെറ്റ് ട്രാൻസ്ഫോം ഡ്യൂറിംഗ് ദ പ്രോസസ് ഇൻ ടു റൗണ്ടഡ് ഓർ സ്പിറോയിഡൽ ഗ്രെയിൻസ്. ഇത്തരത്തില് ലാമെല്ലെ ആയിട്ടിരിക്കുന്ന സിമന്റേറ്റ്, അതായത് നമ്മുടെ ആ ഒരു സിമന്റേറ്റ് വന്നിട്ട് ഒരു ഷീൽഡിംഗ് പോലെ അതിന് ചുറ്റുമായിട്ട് കവർ ചെയ്യും. ആ കവർ ചെയ്യുന്ന ഒരു ലാമെല്ലെ പോലെയാണ്. ആ ലാമെല്ലെ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഇത്തരത്തിൽ സ്പിയർ ആയിട്ട് നമ്മൾ മാറ്റും. സ്പിയർ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മെഷീനബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, സോഫ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്പിറിഡൈസ്ഡ് സ്റ്റീൽ കറസ്പോണ്ട് ടു സോഫ്റ്റസ്റ്റ് സ്റ്റേറ്റ് ഓഫ് സ്റ്റീൽ. ഇത്തരത്തിൽ സ്പിറിഡൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കൊരു സോഫ്റ്റസ്റ്റ് സ്റ്റേറ്റ് ഓഫ് സ്റ്റീൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അത്രയും പോയിന്റ് ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സ്പിറിഡൈസിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേമുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സ്പിറിഡൈസിംഗ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ഹൈ കാർബൺ സ്റ്റീൽ എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹൈ കാർബൺ സ്റ്റീലിന്റെ പ്രത്യേകത നമുക്കറിയാം, ഹാർഡ്നെസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ ഹാർഡ്നെസ് വളരെ കൂടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഈ പറയുന്ന കാർബൺ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അയൺ കാർബൈഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിമന്റേറ്റ് ഫോർമേഷൻ അവിടെ കാണുന്നുണ്ടാവും. ആ സിമന്റേറ്റ് ഫോർമേഷൻ തന്നെ കുറച്ചുകൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ആ ഒരു ഹാർഡ്നെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ സ്പിറോയിഡൽ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടാകും. ഈ ഒരു പ്രോസസ് ആണ് സ്പിറിഡൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാധാരണ ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.